ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഇതിനിടയ്ക്കൊക്കെ കാണും. അങ്ങനെ നമ്മൾ നരിമടയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കരിങ്കൽ പാറ അല്ല കേട്ടോ, കണ്ടോ. എൻട്രൻസ് അവിടെയാണ്, ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഞാൻ കുറച്ച് സമയം അതിൻ്റെ മുകളിലൊക്കെ കയറി. ഇത്രയും ദൂരം വന്നിട്ട് അതിൻ്റെ മണ്ടയിലൊന്നും കയറിയില്ലെങ്കിൽ അതൊരു നഷ്ടമല്ലേ. പണ്ട് കാലത്തുള്ള ഒരു ഐതിഹ്യമാണ്. ഇത് വരുമ്പോൾ വ്യൂ പോയിന്റ് അങ്ങോട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ നമുക്ക് അകത്തേക്ക് ഇറങ്ങാൻ പറ്റും. കൊള്ളാം, വെറൈറ്റി ഉണ്ട്. ചേട്ടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഷെയർ ചെയ്യാനും മറക്കരുത്. ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കുന്നംകുളത്തിനടുത്തായിട്ട് കലശമല എന്ന് പറയുന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ നരിമട എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. കുന്നംകുളത്ത് നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. ഞാൻ ഓട്ടോറിക്ഷയിലാണ് വന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. എൻട്രൻസ് അവിടെയാണ്, ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. പാർക്കിംഗ് ചാർജ്, അതായത് വണ്ടികളൊക്കെ വരണമെങ്കിൽ പാർക്കിംഗ് ഗ്രൗണ്ട്, ഒരു വലിയൊരു ഗ്രൗണ്ടുണ്ട്. ബൈക്കിന് 10 രൂപയും ഓട്ടോയ്ക്കും 10 രൂപ, കാറിന് 20 രൂപ, അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ക്യാമറയ്ക്ക് ടിക്കറ്റ് ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാൻ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അകത്തേക്ക് പോയി അകത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. എൻട്രൻസിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ ഒരു ചെറിയ കടകളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിലാണ്. ടിക്കറ്റ് കൗണ്ടറിന് മുന്നേ ആയിട്ട് ഈ വലിയൊരു എൻട്രൻസാണുള്ളത്. ടിക്കറ്റ് ഇപ്പോൾ ഞാൻ മൊബൈലിൻ്റെ വീഡിയോഗ്രാഫിക്ക് ഉള്ള ചാർജാണ് എടുത്തിട്ടുള്ളത്. മൊബൈലിന് 75 രൂപയും അല്ലാതെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫിക്ക് 300 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപ പിഴ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോർഡ്. ഇതാണ് എൻട്രൻസ്. വലിയൊരു ഒരു കവാടം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത് വരുമ്പോൾ വ്യൂ പോയിൻ്റ് അങ്ങോട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 2-3 ബോർഡുണ്ട്. നരിമട ഹിൽ ടോപ്പ് വ്യൂ ചിൽഡ്രൻസ് പാർക്ക് അങ്ങോട്ടാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് നരിമടയാണ് പ്രധാനമായിട്ട് കാണാനുള്ളത്. ഇവിടെയാണ് ചിൽഡ്രൻസ് പാർക്ക്. ഓക്കെ, നമുക്ക് നരിമട ഫസ്റ്റ് പോയിട്ട് വരാം. നരിമട എന്നാണ് ഇതിന് പേര് പറയുന്നതെങ്കിലും നമ്മൾ വരുമ്പോൾ പാറയമ്പാടം എന്നുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് തിരിഞ്ഞ് വരേണ്ടത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാറയുണ്ട്, അതായത് ഒരു സൈസ് പാറ, കരിങ്കല്ലല്ല, അല്ലാണ്ട് ഒരു പാറ പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാടവും കാണാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം കേട്ടോ ചിലപ്പോൾ പാറയും പാടം എന്നുള്ളൊരു പേര് വരാൻ കാരണം. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലാണ് ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത്. കയറിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഏകദേശം 2.5 ഏക്കറിന് പുറത്ത് വരുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ കലശമല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അകത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു അതിഥി ഇതാണ് കേട്ടോ. നരിമടയാണ് സ്ഥലം. മിക്കവാറും അതിനകത്തുനിന്ന് വരുന്ന ആളായിരിക്കും അത്. ഇവിടെ കുത്തനുള്ള കയറ്റോ പടിക്കെട്ടുകളോ ഒന്നുമില്ല. എൻട്രൻസ് കഴിഞ്ഞാൽ നമുക്ക് സാവധാനം നടന്ന് നീങ്ങാവുന്ന തരത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞില്ലേ, ഇത് വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഞാനിവിടെ പ്രോഗ്രാമിന് വന്നതാണ്. നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ അറിയാലോ. അപ്പോൾ ഇതിപ്പോൾ മെയ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം സീസൺ അവസാനിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ലാസ്റ്റ് ദിവസമായിരിക്കും പ്രോഗ്രാമിൻ്റെ. ഇനി അങ്ങോട്ട് പ്രോഗ്രാം കാണത്തില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. ഇന്നിവിടെ വന്നു, രാവിലെ വന്നു. വെളുപ്പിന് 1 മണി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. പള്ളിയിൽ റെസ്റ്റായിരുന്നു. ജസ്റ്റ് അവിടെ ജസ്റ്റ് വായിക്കാനുണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് ഇനി 1 മണിക്കേ ഉള്ളൂ. ഇപ്പോൾ സമയം 11:15. അപ്പോൾ ഞാൻ നിൽക്കുന്ന ആ സ്ഥലത്തു നിന്ന് ഏകദേശം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് 10 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ഓടിപ്പടച്ചാണ് എത്തിയത്. അപ്പോൾ നല്ലൊരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം എന്നുള്ള രീതിയിലാണ്. ഞാൻ തിരുവനന്തപുരത്തുള്ളവരാണ്. ഇവിടെ ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എനിക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ഓടിപ്പടച്ച് വന്നു. നല്ലൊരു സ്ഥലം കണ്ടതുകൊണ്ട് മാപ്പിൽ നമ്മൾ ഈ കാണുന്ന പോലെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പലയിടത്തേക്കും വഴികൾ തിരിയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്കൊക്കെ കാണും. ഇതിനിടയ്ക്കൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് എവിടെയൊക്കെയാണ് ആൾക്കാരെ കാണുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നിറച്ച് കാടുകളും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കപ്പിൾസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് കോളേജ് കട്ട് ചെയ്തോ സ്കൂളിൽ നിന്നോ കറങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തല്ല കേട്ടോ ഒരു കാരണവശാലും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ പറ്റും.
കൂട്ടത്തിൽ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ മാപ്പിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടോ. മാപ്പിൽ കണ്ടപ്പോൾ ഒരു നല്ലൊരു സ്ഥലമായിട്ട് കണ്ടു. കൂടുതൽ ആൾക്കാർ വീഡിയോ മാപ്പിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കൂടുതൽ ആൾക്കാരും വീഡിയോ ചെയ്തിട്ട് ഉള്ളതായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് റിസ്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം 1 മണിക്ക് എനിക്ക് തിരിച്ചെത്തണം. അതുമാത്രമേ ഉള്ളൂ റിസ്ക് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ഥലം. ഇനിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 സ്ഥലങ്ങളാണ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിൽഡ്രൻസ് പാർക്ക്, അത് നമ്മൾ കാണുന്ന നോർമൽ പാർക്ക് പോലെ തന്നെയാണ്. പിന്നെ ഈ നരിമടയാണ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത്. ഇങ്ങോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വഴി തിരിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് സ്പോട്ട് കേട്ടോ. അവിടെയാണ് നരിമട എന്ന് പറയുന്ന സ്ഥലം. കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. കൂടുതലും കപ്പിൾസാണ്. ഞാനിപ്പോൾ വളരെ കുറച്ച് കപ്പിൾസേ കണ്ടിട്ടുള്ളൂ. പക്ഷേ കപ്പിൾസിന് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഇത്രയും വലിയ ഏരിയ ഉണ്ട്, ശല്യം ചെയ്യാനൊന്നും ആരും കാണത്തില്ല. ഓക്കെ, ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന്. ഇത് കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പാറയാണ് കൂടുതൽ. പാറ മീൻസ് നമ്മുടെ കരിങ്കല്ലല്ല, ഈ കല്ലുണ്ടാക്കുന്ന പാറയില്ലേ, നമ്മൾ വെള്ളം സിനിമ കണ്ടില്ലേ, അതിൽ കല്ല് പെട്ടി ഉണ്ടാക്കുന്നില്ലേ, ആ പാറയാണ് ഈ കാണുന്നത്. നമ്മുടെ കരിങ്കൽ പാറയല്ല കേട്ടോ. കണ്ടോ അങ്ങനെയുള്ള പാറയാണ്. അതായത് നല്ല നമ്മളവിടെ ഇതിനെ പാരെന്നൊക്കെ പറയും. പാരുമല്ല, അതിനേക്കാളും കട്ടിയുണ്ട് കേട്ടോ. ആ ഒരു സംഭവമാണിത്. നമ്മളെ മടയിലേക്ക് പോവാം. പണ്ട് പുലിയും ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഒരു മട എന്നാണ് പറയുന്നത്. പക്ഷേ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി കയറ്റാൻ പറ്റത്തില്ല. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അതുവരെ തന്നെയാണ് വണ്ടി കൊണ്ടുവരാൻ പറ്റുക. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. നമ്മൾ ഇവിടുത്തെ മെയിൻ സ്പോട്ടായിട്ടുള്ള നരിമടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത് നരിമടയുടെ പുറക് സൈഡിലെ വ്യൂ ആണ് കേട്ടോ. ഇതാ ഈ കാണുന്നില്ല, ഈ ഒരു സ്പേസിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഉള്ള പാറയാണ്, അല്ലെങ്കിൽ മണ്ണാണ്, എന്ത് വേണം നമുക്ക് പറയാം കേട്ടോ അതിനെ. അവിടെയും ഒരു മരം വളർന്നു നിൽക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ നമുക്ക് അകത്തേക്ക് ഇറങ്ങാൻ പറ്റും. വളരെ സൂക്ഷിച്ച് കഷ്ടപ്പെട്ട് പാടുപെട്ട് ഞെരുങ്ങി ഒന്നുമല്ല, നമുക്ക് സാവധാനം ഇറങ്ങാമെന്നുള്ളതേ ഉള്ളൂ. ഒരാൾക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിൽ നിന്നൊരു പ്രകാശം കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. അകത്ത് ഇത്രയും സ്ഥലമാണ് ഉള്ളത് കേട്ടോ. കുറച്ച് പേർക്ക് ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയൊരു സ്പേസ് തന്നെ ഉണ്ട് അവിടെ. ഇത് മുകളിലേക്ക് പറഞ്ഞില്ലേ പ്രകാശം വരുന്ന ഒരു സ്ഥലം, അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതുവഴിയാണ് പ്രകാശം അകത്തേക്ക് വരുന്നത്. നമ്മൾ വേറൊരു സ്ഥലത്തു കൂടെയാണ് അകത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. അത് നരിമടയുടെ ഫ്രണ്ടിലെ വ്യൂവിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ അതുവഴി പോകാൻ പറ്റത്തില്ല, മുന്നേ പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നരിയൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നതായിരിക്കില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ലൈവായിട്ട് നരിയോ അല്ലെങ്കിൽ വവ്വാലൊക്കെ വരുന്ന സ്ഥലമായിരിക്കണം. അതിൻ്റെ ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, നമുക്ക് അകത്ത് കയറുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ട് അതിനകത്ത്. അപ്പോൾ നരിയോ അല്ലെങ്കിൽ വവ്വാലോ എന്തെങ്കിലുമൊക്കെ വന്നു പോകുന്നതായിരിക്കാം. നരിമടയിലെ ഒരു ഭാഗത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇതുവഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. ഇതാണ് നമ്മൾ മുകളിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിയ സ്ഥലം. ഇതിനകത്താണ് ഹോളായിട്ട് കിടക്കുന്നത് കേട്ടോ. ഇനി അപ്പുറത്തൊരു സ്ഥലം കൂടെ ഉണ്ട്, അങ്ങോട്ടൂടെ പോവാം. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതായത് നരിമടയുടെ ഫ്രണ്ട് വ്യൂവിൻ്റെ ടോപ്പിൽ ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് ദൂരത്ത് നല്ല പാടങ്ങൾ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിൻ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന്. ഏറ്റവും ആകർഷിക്കുന്നത് ഈ ഒരു മരം തന്നെയാണ്. വളരെ ഭംഗിയാണ്. ആ ഒരു മരം മാത്രമേ ഉള്ളൂ ആ ഏരിയയിൽ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പുറകിലത്തെ മരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മരം തന്നെയാണ് ഉള്ളത്. അതും വളരെ അടിപൊളി ഷേപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. ആർക്ക് വേണോ കയറാൻ പറ്റുന്ന രീതിയിൽ. കുറച്ച് ആഴമുണ്ട്, വീഴുകയാണെങ്കിൽ താഴെ പോവും, എന്നാലും ഒരു പ്രശ്നമില്ല. അതായത് നമുക്ക് കൈ എത്തിപ്പിടിച്ച് കൊമ്പിലൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വളഞ്ഞ് അത്രയ്ക്ക് മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു പാറ, അത്രയ്ക്ക് മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു മരം. ഞാൻ കുറച്ച് സമയം അതിൻ്റെ മുകളിലൊക്കെ കയറി. ഇത്രയും ദൂരം വന്നിട്ട് അതിൻ്റെ മണ്ടയിലൊന്നും കയറിയില്ലെങ്കിൽ അതൊരു നഷ്ടമല്ലേ. അങ്ങനെ അതിൻ്റെ മണ്ടയിൽ കുറച്ച് നേരം കയറി അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കാണാൻ പറ്റുന്നത് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നരിമടയുടെ മുന്നിലാണ് അവർ നിൽക്കുന്നത്. ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ചമ്മലാണ്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ വോയിസ് ഓവർ ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലൈവായിട്ട് സംസാരിച്ചാണ് കേട്ടോ. ഇനി നമുക്ക് നരിമടയുടെ മുന്നിലേക്കാണ് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി താഴത്തേക്കാണ് നമ്മൾ പോകണം കേട്ടോ. ഇതുവഴിയും പോവാം, ഇതുവഴിയൊക്കെ പോവാം, രണ്ട് വഴിയും പോവാം. അതിൻ്റെ ഫ്രണ്ട് വ്യൂ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, നരിമടയുടെ ഫ്രണ്ട് വ്യൂ.
അപ്പോൾ ഇതുവഴി തന്നെ ഇറങ്ങി അതുവഴി കയറാൻ പറ്റുന്ന രീതിയിലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു വെളിച്ചോണ്ട എന്താണ് ഗ്യാപ്പ് ഉള്ളതായിട്ട്. ഇപ്പോൾ എന്തായിരുന്നാലും അതുവഴി പോകാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ പോയി നോക്കാം. അങ്ങനെ നമ്മൾ നരിമടയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാണ് കാഴ്ച കേട്ടോ, നരിമട. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഒരു ഗുഹ പോലുള്ള സ്ഥലമാണ് കേട്ടോ. ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്ന്. ഒരാൾക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ നരിമട ഉള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങിയത് ഇതിൻ്റെ ബാക്കിലെ സൈഡിലാണ്. അതുവഴി തന്നെ ഇങ്ങ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ മണ്ണൊക്കെ വീണ് അടഞ്ഞത് കാരണം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഗുഹയ്ക്കുള്ളിലേക്ക് നമുക്ക് കുറച്ച് ദൂരം അകത്തേക്ക് കയറി വരാൻ പറ്റും. താഴത്ത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന സ്ഥലം മണ്ണാണ്, എന്നാലും മുകൾ ഭാഗമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കട്ടിയുള്ള മണ്ണാണ് കേട്ടോ. ഇവിടെ നരിമട എന്നും അതുപോലെ തന്നെ കലശമല എന്നും പേരുണ്ട്. ഈ ഗുഹയിൽ അല്ലെങ്കിൽ ഈ പരിസരത്തൊക്കെ ഒരുപാട് കുറുക്കന്മാർ താമസിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നരിമട എന്ന് പേര് വരാൻ കാരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കലശമല എന്നുള്ള ഒരു പേരുമുണ്ട്. അതിനുള്ള കാരണം പണ്ടുകാലത്തുള്ള ഒരു ഐതിഹ്യമാണ്. അഗസ്ത്യമുനി ശ്രീരാമനെ കാത്ത് ഒരു യാഗം നടത്തുകയുണ്ടായി. ആ യാഗത്തിൽ നിന്ന് ലഭിച്ച കലശങ്ങളെല്ലാം കൂടെ ചേർന്ന് കലശമല എന്നുള്ള ഈ ഒരു സ്ഥലം രൂപപ്പെട്ടു, അല്ലെങ്കിൽ ഈ പേരിന് കാരണമായി തീർന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വൈവിധ്യമാർന്ന സസ്യങ്ങളും അതുപോലെ തന്നെ ജീവികളും ഒക്കെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഈ പ്രദേശത്തെ ഒരു ജൈവ വൈവിധ്യ പൈതൃകമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മലകൾ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതുപോലുള്ളൊരു ഗുഹ ഞാനും കണ്ടിട്ടില്ല. നമ്മൾ എടയ്ക്കൽ ഗുഹ പോയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അത് കല്ലുകളാണ്, ഈ പാരുകൾ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇത്രയും കട്ടിയുള്ള മണ്ണ് വെച്ചിട്ടുള്ള ഗുഹ നമ്മൾ വലുതായിട്ട് കണ്ടിട്ടില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നരിമടയിലുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നരിമട എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ അന്വേഷിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇപ്പോഴും ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് ഈ വ്യൂ ആണുള്ളത്. ഈ മുകളിലാണ് ആ ഒരു മരം, വളരെ ഭംഗിയാണ് കേട്ടോ അവിടെ നിൽക്കുന്ന കാണാൻ പറ്റും. നമ്മൾ ആ മരത്തിൻ്റെ മുകളിൽ നേരത്തെ കയറിയത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവിടെ വലിയ പാടങ്ങളും പിന്നെ ഒരു വ്യൂ പോയിൻ്റ്. വലിയ പാറയുടെ മണ്ടയിൽ നിന്ന് കാണുന്ന പോലെയല്ല, എന്നായിരുന്നാലും അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്താണത്, ഇന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്. അതുകൊണ്ട് വെയിലൊന്നുമില്ല, വലിയ വെയിലില്ല കേട്ടോ. വെയിലില്ല, ഭയങ്കര ചൂടുമില്ല. എന്തായിരുന്നാലും രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, കൊള്ളാം, വെറൈറ്റി ഉണ്ട്. അപ്പോൾ 10 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ്. അടുത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടെ ഗുരുവായൂർ വരുന്നവർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അപ്പുറത്ത് കുറച്ച് മരക്കൂട്ടമുണ്ട്, അത് പറഞ്ഞു കേട്ടതാണ്. എവിടെയാണെന്ന് ലൊക്കേഷൻ അറിയത്തില്ല. പിന്നെ എന്താണ് ഒരു നീരുറവയുണ്ടെന്ന് പറയുന്നത്. എവിടെയാണെന്ന് അറിയത്തില്ല, നോക്കാം. നമുക്ക് അതിവിടെ പരിചയപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ നോക്കാം. ഇവിടെ ഉള്ള ആൾക്കാരൊന്നുമല്ല, ഇവിടെ ഉള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ചോദിക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ, ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചിരുന്നു. എന്തായാലും ചോദിക്കട്ടെ, നോക്കട്ടെ. ഉണ്ടോ, ഇതാണ് നരിമട കേട്ടോ. ഉണ്ടോ, വലിയൊരു ഗുഹ പോലെ, ഒരു മൺതിട്ടയിൽ വലിയൊരു ഗുഹ പോലെ. എനിക്ക് തോന്നുന്നത് അത് മറ്റേ കട്ടിയുള്ള പാറ പോലത്തെ മണ്ണാണ്. അപ്പോൾ ബാക്കിയുള്ള മണ്ണ് പോയി അവിടെ എന്തോ ആയതുപോലെ തോന്നുന്നു. ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഉയർന്നു നിൽപ്പുണ്ട്. എന്തായാലും കൊള്ളാം, കാണാൻ വേണ്ടിയിട്ട് വെറൈറ്റി ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇനി നേരത്തെ പറഞ്ഞത് ഏഷ്യയിലെ തന്നെ കുളംവെട്ടി മരങ്ങളുള്ള ഒരു വലിയൊരു കൂട്ടം മരങ്ങളുള്ള സ്ഥലം എന്നുള്ള ഒരു പ്രശസ്തി കൂടി ഈ സ്ഥലത്തിനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരങ്ങളുണ്ടെന്ന്. പക്ഷേ അത് എവിടെയാണെന്നുള്ളത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് പോലും അറിയില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ കുറേ പേരുടെ അടുത്തൊക്കെ ചോദിച്ചു, പക്ഷേ എവിടെയാണെന്ന് പിടുത്തമില്ല കേട്ടോ. അത് കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അത് കണ്ടുപിടിച്ച് പോകാൻ വേണ്ടി നമ്മുടെ സമയം നമ്മളെ അനുവദിക്കുന്നില്ല കേട്ടോ. മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? മരങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുള്ള് കാടായതുകൊണ്ട് നമ്മൾ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോഴായിരിക്കും കപ്പിൾസ് നോക്കിയല്ലാതെ പോകാൻ പറ്റത്തില്ല. നമ്മുടെ കാപ്പിൽ ബീച്ചില്ലേ, അതുപോലെ തന്നെയാണ്. കപ്പിൾസിന് സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്പേസാണ് കേട്ടോ. എവിടെയാണ് ആളുണ്ടായിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല. നോക്കി കണ്ട് മാത്രമേ ഇതുവഴി പോകാൻ പറ്റും. കൊള്ളാം കേട്ടോ, നല്ല സ്പേസാണ്, നല്ല സ്ഥലം. അപ്പോൾ എന്തായാലും
ആ സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. ഒരു അടിപൊളി സ്ഥലമായിരുന്നു. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിലെ ഒരുപാട് വീഡിയോസ് തിരുവനന്തപുരത്തും അതുപോലെ പുറത്തുനിന്നായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓൾ കേരള നമ്മൾ പോയതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അഗസ്ത്യാർകൂടം അങ്ങനെ തുടങ്ങി ഒരുപാട് കിടിലം വീഡിയോസ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാണുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബാക്കിയുള്ള സ്ഥലം കൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായിരുന്നാലും കുന്നംകുളത്തിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് പാറയംപാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം നരിമട എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാം. കിട്ടുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും. ഇതിനകത്ത് തന്നെയുള്ള ചിൽഡ്രൻസ് പാർക്കാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടിരുന്ന ബോർഡ് വളരെ വലിയ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഒന്നുമില്ല. നമ്മൾ പുറത്തായിരുന്നാലും അകത്തായിരുന്നാലും, അതായത് പാർക്കിനകത്തായിരുന്നാലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലം അവിടെ ഉണ്ട്. പുറത്ത് വളരെ വിശാലമായിട്ട് നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടൊക്കെ വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ നരിമട എന്ന് പറയുന്നത്. ഓക്കെ, മരങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ സോളോ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ വരും. യാത്രകളെ സംബന്ധിക്കുന്ന വീഡിയോ ആണ് ഈ ചാനലിൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.